പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആലപ്പുഴ മാന്നാറിൽ ഡിവൈഎസ്പിയുടെ വിരമിക്കൽ ചടങ്ങിനിടെ ഇൻസ്പെക്ടർമാർ തമ്മിൽ തല്ല്. കലാപരിപാടിയായിരുന്നു. ജില്ലയിലെ 2 പോലീസ് സ്റ്റേഷനുകളിലെ SHOമാരാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. പ്രൊമോഷൻ ട്രാൻസ്ഫർ കിട്ടി ഡിവൈഎസ്പിക്ക് യാത്രയപ്പ് നൽകുന്നതിനിടെയാണ് തർക്കമുണ്ടായത്. ശരത് SS ചേരുന്നുണ്ട്. ശരത് SS, 2 സ്റ്റേഷനിലെ SHOമാരാണ് ഈ തല്ലുകൂടിയത് എന്നുള്ളതാണ് ഈ വാർത്തയിലെ കൗതുകം. ക്രമസമാധാനം നിയന്ത്രിക്കേണ്ടവർ തന്നെ ഇങ്ങനെ തല്ലുകൂടിയാൽ എന്ത് ചെയ്യും? ഇതെന്താണ്? 2 വാട്ടീസ് അടിച്ചതിന് ശേഷമുള്ള തല്ല് ആയണോ ഇത്? എന്താ സംഭവിച്ചത്? അരുൺകുമാർ, അതായത് കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്ക് ഇത്തരത്തിൽ ട്രാൻസ്ഫർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കീഴിലുള്ള വിവിധ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ഒരു യാത്രയയപ്പ് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. മാന്നാറിൽ വെച്ചായിരുന്നു ഈ യാത്രയയപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 സ്റ്റേഷനുകൾ, അതായത് ചെങ്ങന്നൂർ ഡിവൈഎസ്പി കീഴിൽ വരുന്ന 5 സ്റ്റേഷനുകളിലെ SHOമാർ യാത്രയയപ്പിൽ ഉണ്ടായിരുന്നു. രാത്രിയോടുകൂടിയാണ് ഈ യാത്രയയപ്പ് നടന്നത്. അങ്ങനെ മാന്നാറിലുള്ള മറ്റൊരു SHOയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ യാത്രയയപ്പ് നടക്കുകയും ചെയ്തത്. ഇവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് 2 സ്റ്റേഷനുകളിലെ SHOമാർ തമ്മിൽ ആദ്യം ചില വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഒരു ഉദ്യോഗസ്ഥനെ, ഒരു SHOയെ മറ്റൊരു SHO മോശപ്പെടുത്താൻ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ മറ്റൊരു ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ മോശം പറയുന്നു എന്നൊക്കെ പറഞ്ഞാണ് തർക്കം തുടങ്ങുന്നത്. അങ്ങനെ ഈ തർക്കം തുടങ്ങുന്നു. പിന്നീട് അത് തല്ലിലേക്ക് മാറി എന്നുള്ളതാണ്. ഏകദേശം 3 മിനിറ്റോളം തല്ലുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇരുവരും തമ്മിൽ നല്ല തല്ലുണ്ടായി. പക്ഷേ ഇത് ഒരു പരാതിയായി നൽകാനോ മറ്റ് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കാനോ തന്നെ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവരെന്തായാലും ജില്ലാ പോലീസ് മേധാവി അടക്കം ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യം വിവരം നൽകുകയാണ് ചെയ്തത്. റിപ്പോർട്ട് നൽകിയെന്ന കാര്യത്തിലൊക്കെ തന്നെ സംശയമുണ്ട്. എന്തായാലും 2 ഉദ്യോഗസ്ഥർ തമ്മിൽ തല്ലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവർ തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ 5 SHOമാരാണ് ഈ യാത്രയപ്പ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന പോലെ വട്ടീസ് അടക്കം ഉണ്ടായിരിക്കണം. ആ രീതിയിൽ നടത്തിയ പരിപാടിയുടെ കൂടെ ഭാഗമായി പക്ഷേ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. അതെ, നിയമ നടപടികളിലേക്ക് എന്തായാലും കടന്നിട്ടില്ല. അതെന്ത് പോലീസ് അടികൂടിയ വാർത്ത കേസല്ലേ? കേസാവൂലേ എന്നുള്ളതാണ് ചോദ്യം. മോശമായി പോയി. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്ന പരിപാടിയാണ്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ യാത്രയപ്പ് വേളയിൽ പോയിട്ട് 2 വാട്ടീസൊക്കെ അടിച്ചിട്ട് തമ്മിൽ അടികൂടുക. 2 SHOമാരാണ്. കുറുന്തോട്ടിക്ക് വാദം വന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതാണ് അവസ്ഥ.